നമസ്കാരം. ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാനിലെ 3 മിനിറ്റ് ദൃശ്യങ്ങൾ വെട്ടി റീഎഡിറ്റ് ചെയ്യുക. സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകി. സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരിലും മാറ്റം വരുത്തി. ബജറംഗി എന്ന പേര് ബൽരാജ് എന്നാക്കി. റീഎഡിറ്റഡ് പതിപ്പ് നാളെ തിയേറ്ററുകളിലെത്തും. എമ്പുരാൻ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മോഹൻലാൽ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടേതുമാണെന്നും മോഹൻലാൽ പറഞ്ഞു. കലാകാരൻ എന്ന നിലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു. മോഹൻലാലിന്റെ പോസ്റ്റ് സംവിധായകൻ പൃഥ്വിരാജ് ഷെയർ ചെയ്തു. എമ്പുരാൻ സിനിമയ്ക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും വീണ്ടും RSS മുഖപത്രമായ ഓർഗനൈസർ പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കുന്നു. സിനിമ ഭീകരവാദത്തെ വെള്ളപൂശുന്നു. പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് തന്നെ 2 അന്താരാഷ്ട്ര തീവ്രവാദികളുമായി ബന്ധപ്പെട്ട പേരുകളാണ്. പ്രസ്ഥാനത്തിന്റെ ഭാഗമാണിത്. എമ്പുരാൻ ഒരു ഭാരതവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ സിനിമയാണെന്നതിൽ സംശയമില്ലെന്നും ഓർഗനൈസറിലെ ലേഖനത്തിൽ പറയുന്നു. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമമെന്ന് ആരോപിച്ച് സംവിധായകൻ പൃഥ്വിരാജിന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ. മോഹൻലാലിന്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എന്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ടെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ടിക്കറ്റ് വിൽപ്പനയിൽ ദേശീയതലത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് എമ്പുരാൻ. ട്രെൻഡിങ്ങിൽ എമ്പുരാൻ ഇടം നേടി. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ ദേശീയതലത്തിൽ ട്രെൻഡിങ്ങിലാണ് എമ്പുരാൻ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ 25,000-ത്തിലധികം ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് ചെയ്യപ്പെടുന്നത്. കുടുംബസമേതം എമ്പുരാൻ സിനിമ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടതെന്ന് മുഖ്യമന്ത്രി. രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിൻ്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത്. അണികൾ മാത്രമല്ല, BJPയുടെയും RSSന്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നത് സംഘപരിവാറിന്റെ ശീലമെന്ന് VD സതീശൻ പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും കലാസൃഷ്ടിയുടെ ഉള്ളടക്കം തിരുത്തിക്കുന്നത് ഭീരുത്വമാണ്. എമ്പുരാനും അണിയറ പ്രവർത്തകർക്കും ഒപ്പമെന്നും സതീശൻ പറഞ്ഞു. എമ്പുരാൻ സിനിമ കാണില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് രാജീവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ചിത്രം കാണുമെന്ന് നേരത്തെ രാജീവ് പറഞ്ഞിരുന്നു. തീരുമാനം വ്യക്തിപരമെന്നും സിനിമയെ സിനിമയായി കാണണമെന്നുമാണ് പാർട്ടി നിലപാടെന്നും രാജീവ് പറഞ്ഞു. മോഹൻലാലിന്റെ ഖേദപ്രകടനത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തെറ്റ് ചെയ്തവൻ മാപ്പ് പറയണം എന്നാണല്ലോ ഭാരതീയ സംസ്കാരം മുന്നോട്ട് വെക്കുന്നതെന്ന് ജോർജ് കുര്യൻ. ജനപ്രീതി കൂടിയതുകൊണ്ട് തിരക്ക് അല്പം കുറഞ്ഞിട്ടേ എന്ന് കരുതി എഡിറ്റ് ചെയ്യുന്നതാകാമെന്നും കേന്ദ്രമന്ത്രിയുടെ പരിഹാസം. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. ഇന്ന് ശവ്വാൽ മാസപ്പിറവി കണ്ടതോടെ തിങ്കളാഴ്ച ഈദുൽ ഫിത്തർ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഇത്തവണ റംസാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെറുപ്പിന്റെ രാഷ്ട്രീയം വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെയും മൈത്രിയുടെയും കൈകോർക്കലുകളിലൂടെ ചെറുക്കണമെന്ന് മുഖ്യമന്ത്രി. ചെറിയ പെരുന്നാൾ ഒരുമയുടെ വലിയ ആഘോഷമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്ക ശ്രേഷ്ഠ മോർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് ഊഷ്മള വരവേൽപ്പ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം ബാവയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയും അനുമോദന സമ്മേളനവും സഭാകേന്ദ്രമായ പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ നടന്നു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഡിജിറ്റൽ ലോകത്ത് നിന്ന് തിരിച്ചു വരാനാകാത്ത വിധം കുഞ്ഞുങ്ങൾ ആഴ്ന്നു പോകുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. കുഞ്ഞു കരയുമ്പോൾ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. സ്നേഹം ലഭിക്കാത്ത കുട്ടികൾ മനുഷ്യരൂപമുള്ള ജീവികളായി മാത്രം മാറുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗവും ആക്രമോത്സുകതയും ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. കൊച്ചിയിൽ വൻ ലഹരി വേട്ട. എളമക്കരയിൽ നിന്നും ആലുവയിൽ നിന്നും MDMA-യുമായി 2 പേരെ പിടികൂടി. എളമക്കര സ്വദേശി മുഹമ്മദ് നിഷാദിൽ നിന്ന് 1/2 കിലോ MDMA-യാണ് പിടിച്ചെടുത്തത്. 47 ഗ്രാം MDMA-യുമായി ഓച്ചന്തൂരത്ത് സ്വദേശി ഷാജി കസ്റ്റഡിയിലായി. മലപ്പുറം വണ്ടൂരിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. 2 കിലോ കഞ്ചാവുമായി ബീഹാർ സ്വദേശികളാണ് പിടിയിലായത്. മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ പോലീസും ചേർന്നാണ് വണ്ടൂർ കോഴിപ്പറമ്പിൽ വെച്ച് പ്രതികളെ പിടിച്ചത്. മലപ്പുറത്ത് എയ്ഡ്സ് സ്ഥിരീകരണത്തെ തുടർന്നുള്ള സാഹചര്യം നിയന്ത്രണ വിധേയമായെന്ന് ആരോഗ്യ പ്രവർത്തകർ. സാധാരണ പരിശോധനകളെ തുടർന്ന് വ്യക്തമാകുന്ന രോഗസ്ഥിരീകരണം ജില്ലയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കുറവാണ്. ആശങ്ക ഉണ്ടാക്കുന്ന വിധം വാർത്തകൾ പ്രചരിക്കുന്നത് തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ഇവർ വിശദീകരിക്കുന്നു. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുരുഷ സുഹൃത്തിനെ പ്രതി ചേർത്തേക്കും. യുവതിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് കാട്ടി കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് മലപ്പുറം സ്വദേശിയായ യുവാവ് പിന്മാറിയതാണ് പത്തനംതിട്ട സ്വദേശി മേഘയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. മരിച്ച IB ഉദ്യോഗസ്ഥ മേഘയുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പത്തനംതിട്ട അതിരുങ്കലിലെ വീട്ടിലെത്തിയ മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്നും അന്വേഷിച്ച് വേണ്ട നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈയെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മലപ്പുറം ചങ്ങരംകുളം സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. രാഘവനെ യാത്രക്കാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി. പെരുന്നാളിന് പുതുവസ്ത്രം തയ്പ്പിക്കാൻ പോകുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. തിരുവനന്തപുരം കോട്ടുമുക്ക് സ്വദേശി സായിഷാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ച് മരണപ്പെട്ടത്. വിതിരയ്ക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം വളാഞ്ചേരി പാതയിൽ ഓന്നാന്തിപ്പടിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. തിരുവേഗപ്പുറ വേളാക്കാട്ടിൽ കോയക്കുട്ടിയുടെ മകൻ മുഹമ്മദ് അനസാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ ട്രെയിൻ ഇടിച്ച് മരിച്ചയാളുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ച SI. ആലുവ പോലീസ് സ്റ്റേഷനിലെ SI സലീമാണ് ട്രെയിൻ ഇടിച്ചു മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നും പണം മോഷ്ടിച്ചത്. SI സസ്പെൻഡ് ചെയ്തു. പോലീസിന്റെ ഇൻക്വസ്റ്റിന് സഹായിച്ച യുവാവിന് പണം നൽകാനാണ് അതെടുത്തതെന്നാണ് SIയുടെ വിശദീകരണം. കേരളത്തിൽ മോഷണം നടത്തിയ കുർവ സംഘത്തിലെ അവസാന പ്രതിയും പിടിയിൽ. മധുരയിൽ നിന്നാണ് പ്രതി കുട്ടൂച്ചനെ മണ്ണഞ്ചേരി പോലീസ് പിടികൂടുക. പുന്നപ്രയിൽ വീടു കയറി സ്വർണം കവർന്ന കേസിലാണ് അറസ്റ്റ്. കൊടും ക്രിമിനലാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. ഇന്ത്യയുടെ അനശ്വരമായ സംസ്കാരത്തിന്റെയും ആധുനികവൽക്കരണത്തിന്റെയും വടവൃക്ഷമാണ് RSS എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 12 വർഷത്തിനു ശേഷം RSS ആസ്ഥാനത്തെത്തിയ മോദി ഗോൾവാൾക്കറുടെ സ്മരണയ്ക്കായുള്ള മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ തറക്കല്ലിടലും നിർവഹിച്ചു. RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിനെയും MS ഗോൾവാക്കറിന്റെയും സ്മൃതി മന്ദിരത്തിലും മോദി പുഷ്പാർച്ചന നടത്തി. വേനലവധിക്കാലത്ത് കുട്ടികൾ സൃഷ്ടിപരവും ഉൽപാദനപരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് പ്രധാനമന്ത്രി. വിദ്യാർത്ഥികൾ പുതിയ ഹോബി കണ്ടെത്തി കഴിവുകൾ വികസിപ്പിക്കണം. പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ 120ാം എപ്പിസോഡിലാണ് മോദിയുടെ പ്രതികരണം. മ്യാൻമറിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ ഉയരുന്നു. 3000-ലധികം പേർക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ട്. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇനിയും മൃതദേഹങ്ങൾ ഉള്ളതായും പ്രവർത്തനങ്ങൾ ദുഷ്കരമാകുന്നതായും അധികൃതർ പറഞ്ഞു. ഗതാഗത, വൈദ്യുത, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താറുമാറായി. 10,000-ലേറെ പേർ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് US ജിയോളജിക്കൽ സർവേയുടെ കണക്ക്. മ്യാൻമാറിന് കൈത്താങ്ങായി ഇന്ത്യ. രക്ഷാപ്രവർത്തനത്തിനും ആശ്വാസ വസ്തുക്കൾ എത്തിക്കാനും ഓപ്പറേഷൻ ബ്രഹ്മ തുടരുന്നു. നിരവധി ഡോക്ടർമാരെയും രക്ഷാപ്രവർത്തകരെയും മ്യാൻമറിലെത്തിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയിലെ 80 അംഗങ്ങളെയും
കരസേന ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റിലെ 118 പേരെയും മ്യാൻമറിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 15 ടൺ അവശ്യ വസ്തുക്കളാണ് ഇന്ത്യ എത്തിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം 11 ദിവസമായി തുടരുന്നു. സമരവേദിയിൽ ആശമാർ നാളെ കൂട്ടമായി മുടിമുറിച്ച് പ്രതിഷേധിക്കും. ജില്ലകളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 50-ലേറെ ആശമാർ മുടിമുറിക്കുമെന്നാണ് സമരസമിതി നൽകുന്ന സൂചന. ആശാപ്രവർത്തകർക്ക് അധിക വേതനം നൽകാൻ KPCC സർക്കുലർ. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് KPCC സർക്കുലർ ഇറക്കിയത്. തനത് ഫണ്ടിൽ നിന്ന് തുക നൽകാനാണ് നിർദ്ദേശം. KPCCയുടെ പ്രഖ്യാപനം നിയമപോരാട്ടത്തിന് വഴിവെക്കാൻ സാധ്യത. നിയമപരമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഓണറേറിയം ഉയർത്താനാവില്ലെന്നാണ് സർക്കാർ നിലപാട്. സംസ്ഥാനത്തുടനീളം കോൺഗ്രസിനുള്ള ആസ്തി കണക്കാക്കാൻ നടപടി. പാർട്ടിയുടെ പല സ്വത്തുവകകളും നേതാക്കൾ സ്വന്തം പേരിലാക്കിയത് തിരിച്ചുപിടിക്കാനും നടപടി തുടങ്ങിയതായി റിപ്പോർട്ട്. പാർട്ടി സ്വത്ത് അന്യാധീനപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ദേശീയതലത്തിൽ ആരംഭിച്ച വീണ്ടെടുക്കൽ യത്നത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. മലപ്പുറം നിലമ്പൂരിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജില്ലാ ആശുപത്രി പരിസരത്താണ് രാവിലെ കാട്ടാനയെ കണ്ടത്. പ്രദേശത്തോട് ചേർന്നുള്ള മേഖലയിലെ കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കോതമംഗലത്തിന് സമീപം റോഡരികിൽ പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട മരപ്പട്ടിയെ വനപാലകർ രക്ഷപ്പെടുത്തി. കോതമംഗലം അമ്പലപ്പറ്റ ഭാഗത്ത് ജനവാസ മേഖലയിലാണ് മരപ്പട്ടിയെ കണ്ടത്. സമീപവാസിയായ ജോബിയാണ് പരിക്കേറ്റ നിലയിൽ മരപ്പട്ടിയെ ആദ്യം റോഡരികിൽ കാണുന്നത്. കോതമംഗലത്ത് നിന്ന് RRT സംഘമെത്തിയാണ് മരപ്പട്ടിയെ രക്ഷപ്പെടുത്തിയത്. മരപ്പട്ടിക്ക് ചികിത്സ നൽകിയ ശേഷം വനത്തിൽ തുറന്നുവിട്ടു. കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായി. ഹരി, പ്യാരി എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4ആയി. അതുൽ, പങ്കജ് എന്നീ 2 പ്രതികൾ ഒളിവിൽ തുടരുകയാണ്. ഇവർക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി. വൈക്കം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ദേവസ്വം ബോർഡ്. വടക്കുപുറത്ത് പാട്ടിനോട് അനുബന്ധിച്ചുള്ള എതിരേൽപ്പിൽ ജാതി വിവേചനം അനുവദിക്കില്ല. ഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വിളക്കെടുക്കാൻ അവസരം നൽകുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഷൈനി ആത്മഹത്യ ചെയ്ത അതേ ഏറ്റുമാനൂരിൽ നിന്ന് മറ്റൊരു ഗാർഹിക പീഡന വെളിപ്പെടുത്തൽ. മദ്യത്തിനടിമയായ ഭർത്താവും ഭർത്തൃമാതാവും ക്രൂരമായി പീഡിപ്പിക്കുന്നതായി വെളിപ്പെടുത്തി 47-കാരി. വീടിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ News 18 കിട്ടി. കോഴിക്കോട് KSRTC ഡിപ്പോയിൽ മദ്യപിച്ചെന്ന് ആരോപിച്ച ഡ്രൈവറെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. ബ്രത്ത് അനലൈസറിൽ മദ്യപിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മാറ്റി നിർത്തിയത്. എന്നാൽ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്ന് മലയമ്മ സ്വദേശി ഷിബീഷ് പറയുന്നു. മുക്കം അഗസ്ത്യ മുഴിയിൽ ഫ്രൂട്ട്സ് കച്ചവടക്കാരന്റെ കട സാമൂഹ്യ വിരുദ്ധർ തകർത്തു. സംസ്ഥാന പാതയോരത്ത് ഇന്ന് രാവിലെയാണ് സംഭവം. പൂവത്തിക്കണ്ടി സ്വദേശി മുജീബ് റഹ്മാന്റെ ഫ്രൂട്ട്സ് കടയാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. ഇവിടെ കച്ചവടം ചെയ്തതിനെതിരെ 2 പേർ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മുജീബ് പറയുന്നു. കണ്ണൂരിൽ പടക്കക്കടയുടെ ലൈസൻസ് പുതുക്കുന്നതിന് 3000 രൂപ കൈക്കൂലി വാങ്ങിയ തഹസിൽദാരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസിനെയാണ് DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. നേരത്തെ കല്യാശ്ശേരി വില്ലേജ് ഓഫീസർ ആയിരിക്കെയും സുരേഷ് ചന്ദ്രബോസ് കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ പിടിയിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലൂടെ പണി പൂർത്തീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 29 വീടുകൾ കൈമാറി. പ്രിയങ്ക ഗാന്ധിയാണ് വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചത്. വണ്ടൂർ പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ MLA AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി പെരിയാർവാലിയിൽ മഹാപ്രളയത്തിൽ സകലതും നഷ്ടമായ കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി. 12 കുടുംബങ്ങൾക്കാണ് ഇടുക്കി കെയർ ഫൗണ്ടേഷൻ വഴി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കുന്നത്. 6.5 ലക്ഷം രൂപ ചെലവിട്ട് 515 ചതുരശ്ര അടി വീടുകളാണ് നിർമ്മിക്കുന്നത്. 6 വീടുകൾ പൂർത്തിയാകുന്നതിനൊപ്പം ബാക്കി വീടുകളുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ പറഞ്ഞു. ഓൾ സ്റ്റേറ്റ് ബാങ്ക് ജുവൽ അപ്രൈസർ യൂണിയൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയി RS ബിജു തെരഞ്ഞെടുക്കപ്പെട്ടു. N രംഗനാഥനാണ് സെക്രട്ടറി. T മണി ട്രഷറർ. യൂണിയന്റെ സമ്മേളനം സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിൽ സത്യൻ ഉദ്ഘാടനം ചെയ്തു.
ദേശീയ വാർത്തകൾ. തമിഴ്നാട്ടിലെ വീഴുപുരം ജില്ലയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകൻ ചൂരൽ കൊണ്ട് പലതവണ തലക്കടിച്ചതിനെ തുടർന്ന് 6ാം ക്ലാസ്സുകാരന്റെ തലയോട്ടിക്കും ഞരമ്പുകൾക്കും ഗുരുതരമായി ക്ഷതമേറ്റു. കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ദലിത് ബാലനെ മർദ്ദിച്ച കായിക അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് 17 വയസ്സുകാരിയെ തീ കൊളുത്തി കൊന്ന് ആൺസുഹൃത്ത്. ചികിത്സയിലായിരുന്ന തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശിനിയായ പെൺകുട്ടി തൂത്തുക്കുടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. പെൺകുട്ടിക്ക് 65% പൊള്ളലേറ്റിരുന്നതായി പോലീസ് പറഞ്ഞു. സംഭവത്തിൽ മുഖ്യപ്രതിയായ ആൺസുഹൃത്ത് സന്തോഷും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. മധുര ഉസിലാംപട്ടിയിൽ പോലീസുകാരനെ കൊലപ്പെടുത്തിയ കഞ്ചാവ് ഡീലറെ വെടിവെച്ച് പിടികൂടി. നവർപ്പട്ടി സ്വദേശി പൊൻവണ്ടുവാണ് പിടിയിലായത്. പ്രതിയെ പിടികൂടിയത് കമ്പത്ത് നിന്ന്. പോലീസ് കോൺസ്റ്റബിൾ മുത്തുകുമാർ വ്യാഴാഴ്ചയാണ് കൊല്ലപ്പെട്ടത്. ജമ്മുകശ്മീരിലെ ബുദ്ഗാമിൽ നടന്ന പലസ്തീൻ അനുകൂല റാലിയിൽ കേസെടുത്ത പോലീസ്. ബുദ്ഗാം ജില്ലയിൽ നടന്ന റാലിയിൽ ആക്ഷേപകരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി ക്രമസമാധാന നില തകർക്കുവാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് പരിപാടിയുടെ സംഘാടകർക്കും അതിൽ പങ്കെടുത്തവർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ബീർവയിലെ സോൻപ ഗ്രാമത്തിൽ നടന്ന റംസാനിലെ അവസാന വെള്ളിയാഴ്ച ആചരിക്കുന്ന ഒരു വാർഷിക പരിപാടിയിൽ നടന്ന റാലിക്കെതിരെയാണ് കേസ്. സ്വതന്ത്ര പലസ്തീൻ എന്ന ലക്ഷ്യത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായിരുന്നു റാലി. ഉത്തർപ്രദേശിൽ BJP MLAക്ക് ചായ വിളമ്പിയില്ലെന്നാരോപിച്ച അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസറെ സ്ഥലം മാറ്റി. വാർത്താ സമ്മേളനത്തിൽ ഹാപ്പൂർ MLA വിജയ് പാലിന് ചായ വിളമ്പാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബിഷൻ സക്സേന എന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത്. എന്നാൽ ആരോപണം നിഷേധിച്ച് MLA രംഗത്തെത്തി. ഇനി ഇന്റർനാഷണൽ വാർത്തകൾ. ഗാസയിലെ അൽ ജനീന മേഖലയിൽ പുതിയ സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്. തെക്കൻ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിശദീകരണം. റാഫയിലും പരിസര പ്രദേശങ്ങളിലും ഹമാസിന്റെ നിരവധി നിർമ്മിതികളിലും ആയുധശേഖരവും ഇസ്രായേൽ നശിപ്പിച്ചിരുന്നു. മേഖലയിൽ കടുത്ത വ്യോമാക്രമണവും തുടരുകയാണ്. തായ്വാൻ സമീപം വീണ്ടും സൈനിക നീക്കങ്ങൾ ശക്തമാക്കി ചൈന. ഇന്ന് രാവിലെ 6 മണിക്ക് ഒരു ചൈനീസ് വിമാനവും 7 കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വേണ്ട സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അവർ എക്സ് വഴി അറിയിച്ചു. ജനുവരിയിലും തായ്വാൻ സമീപം ചൈന സൈനികാഭ്യാസം നടത്തിയിരുന്നു. പാകിസ്ഥാനിൽ കഴിയുന്ന അഫ്ഗാനിസ്ഥാൻ പൗരർക്ക് സ്വമേധയാ രാജ്യം വിടാനുള്ള സമയം നാളെ അവസാനിക്കും. അതിനുശേഷം രാജ്യത്ത് നിയമവിരുദ്ധമായി തുടരുന്നവരെ തടങ്കിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി പാക് അധികൃതർ പറഞ്ഞു. ചൊവ്വാഴ്ച മുതൽ ഇവരുടെ അറസ്റ്റുണ്ടായേക്കും. 25 ലക്ഷം അഫ്ഗാൻ പൗരന്മാരാണ് പാകിസ്ഥാനുള്ളത്. അതിൽ 8.4 ലക്ഷം പേർക്ക് ACC കാർഡുണ്ട്. 17 ലക്ഷം അഫ്ഗാൻ പൗരർ രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്നാണ് പാകിസ്ഥാന്റെ വിലയിരുത്തൽ. ഇനി സകലമാന കേരളം കാണാം. സുവി ചേരും.